കാളകാട്ടിയില്ലത്തെ ഉഗ്രമൂർത്തി ശ്രീ കരിങ്കുട്ടിച്ചാത്തൻ ദൈവം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുവാനും ലൈക്കും കമൻറ്റും നൽകുവാനും താൽപ്പര്യപ്പെടുന്നു. കാളകാട്ടിയില്ലത്തെ ശ്രീ കരിങ്കുട്ടിച്ചാത്തൻ്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. ഉത്തര കേരളത്തിൽ കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് കുട്ടിച്ചാത്തൻ തെയ്യം. ഇതൊരു മന്ത്രമൂർത്തി തെയ്യത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നു. ബ്രാഹ്മണ കുടുംബക്കാർ ആരാധിച്ചു പോരുന്ന മന്ത്രമൂർത്തിയാണ് കുട്ടിച്ചാത്തൻ. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത് പെരുന്തട്ട എന്ന ഗ്രാമത്ത് ഒരു മന്ത്രതന്ത്ര കുടുംബമാണ് കാളകാട്ടില്ലം. മഹാമാന്ത്രികനും 4 വേദങ്ങളിൽ നിപുണനും 6 ശാസ്ത്രങ്ങളിൽ അഗ്രഗണ്യനും അതിസമ്പന്നനുമായ കാളകാട്ടില്ലം നമ്പൂതിരിക്ക് പക്ഷേ സന്താനഭാഗ്യം ഇല്ലായിരുന്നു. ഒരു സന്താനലബ്ധിക്കായി ഈ ദമ്പതികൾ പരമശിവനെ മനംനൊന്ത് ധ്യാനിച്ചു. ശ്രീ മഹാദേവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറിയപ്പോൾ അവർക്ക് ജനിച്ച പുത്രനാണ് കുട്ടിച്ചാത്തൻ. മക്കളില്ലാത്ത കാളകട്ടിയില്ലത്തെ നമ്പൂതിരി ദമ്പതിമാർക്ക് ദൈവത്തമായി ഈ കുട്ടിച്ചാത്തനെ മകനായി ലഭിച്ചു. വളർന്നു വന്ന കുട്ടിച്ചാത്തൻ ബ്രാഹ്മണാചാരങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങി. പഠിപ്പിൽ അസാമാന്യ ബുദ്ധിയുള്ള കുട്ടിച്ചാത്തൻ ഗുരുവിനെ അനുസരിക്കാൻ തയ്യാറായില്ല. ശാസിക്കുകയും അടിക്കുകയും ചെയ്ത ഗുരുനാഥനെ കുട്ടിച്ചാത്തൻ വെട്ടിക്കൊന്നു. കാളകാട്ടിയില്ലത്തെ കാലികളെ പരിപാലിച്ചു വന്ന കുട്ടിച്ചാത്തൻ ഒരു ഉച്ചനേരത്ത് ദാഹം തീർക്കാൻ അമ്മയോട് പൊൻകിണ്ടിയിൽ പാല് ചോദിച്ചു. പാല് നിഷേധിച്ച അമ്മയെ കുട്ടിച്ചാത്തൻ കല്ലെടുത്ത് മാറത്തെറിഞ്ഞു. പിന്നീട് കാളയെ അറുത്ത് ചോര കുടിച്ച് ദാഹം തീർത്തു. ഇങ്ങനെ നിരന്തരം ഇല്ലത്ത് ഉപദ്രവം ഉണ്ടാക്കിയ കുട്ടിച്ചാത്തനെ മന്ത്രവാദിയായ നമ്പൂതിരി വെട്ടിക്കൊല്ലുന്നു. പക്ഷേ ചാത്തൻ മരിച്ചില്ല. ക്രൂധനായ നമ്പൂതിരി അടുത്തുള്ള ബ്രാഹ്മണരെ വരുത്തി ഹോമകുണ്ഡം തീർത്ത് വീണ്ടും ചാത്തനെ വെട്ടി നുറുക്കി 390 കഷ്ണങ്ങളാക്കി ഹോമകുണ്ഡങ്ങളിൽ ഹോമിച്ചു. എന്നാൽ ഈ ഹോമകുണ്ഡങ്ങളിൽ നിന്നും അനേകം ചാത്തന്മാരുണ്ടായി. കരിയിൽ വീണ ചാത്തന് കരിങ്കുട്ടിച്ചാത്തൻ എന്ന വിളിപ്പേര് വന്നു. അഗ്നിയിൽ നൃത്തം വെച്ച ചാത്തന്മാർ കാളകാട്ടിയില്ലവും സമീപത്തെ ബ്രാഹ്മണ ഇല്ലങ്ങളും ചുട്ട് ചാമ്പലാക്കി. നിരന്തരം ഉപദ്രവകാരിയായ ചാത്തനെ അടക്കാൻ നമ്പൂതിരിമാർ ചാത്തൻ്റെ കോലം കെട്ടി പൂജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുട്ടിച്ചാത്തനെ തെയ്യമായി ആരാധിച്ചു വരാൻ തുടങ്ങി.
വെള്ളം പോലെ ദുഃഖിച്ചിരുന്ന എന്റെ മന്ത്രവാദി ഓഹോ